ഹലോ ഗെയ്സ്, നമ്മുടെ വണ്ടിക്ക് നമ്മുടെ വണ്ടിയുടെ ഒരു ഇൻഡിക്കേറ്റർ പോയായിരുന്നു. അപ്പം അതൊന്ന് മാറാമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ നോക്കിയ സമയത്ത് നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു ക്ലാമ്പ് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഈ റേഡിയേറ്ററിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ക്ലാമ്പ്, അതായത് ക്ലാമ്പല്ല, നട്ട് ബോൾട്ടാണ്. അത് ഇങ്ങനെ റബ്ബർ ബുഷ് പോലത്തെ എന്തോ സംഭവമാണ്. അത് വിട്ടിരിക്കുക കേട്ടോ. അപ്പം അതൊന്ന് മാറണം. അത് മാറണം. നമ്മുടെ ഈ ഇൻഡിക്കേറ്ററും കൂടി മാറണം. ഇത് ഭയങ്കര വൃത്തിയാണ്, ഒഴിഞ്ഞ് തൂങ്ങി കിടക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് പോയി സെറ്റാക്കാം എന്നുള്ള കണക്കൂട്ടിലാണ്. അപ്പോൾ നമുക്കെന്തായാലും ഷോറൂമിലൊന്ന് പോയി തിരക്കി നോക്കാം. ഞാൻ 2-3 സ്ഥലത്ത് നോക്കി ചോദിച്ചിട്ട് ഈ ഒരു ബോൾട്ട് കിട്ടാനില്ലായിരുന്നു കേട്ടോ. അപ്പം അവരെല്ലാം പറഞ്ഞ ഷോറൂമിലൊന്ന് അന്വേഷിച്ച് നോക്കാം, അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. വിഷയമൊന്നുമില്ല, ഇതിങ്ങനെ ചെറിയൊരു അനക്കം പോലും ഇല്ല സംഭവത്തുണ്ടാവും, വൈബ്രേഷനൊന്നുമില്ല. പക്ഷേ എന്തോ നമുക്ക് വണ്ടിക്ക് ചെറിയൊരു പണിയൊക്കെ വരുമ്പോൾ തീർത്ത് പോയില്ലെങ്കിൽ അതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു വല്ലാഴിക. അതുപോലെ തന്നെ ഈ സാധനം ഇതിങ്ങനെ ഞാൻ കിടക്കുന്ന കണ്ടിട്ട് എന്തോ ഒരു പോരായ്മ പോലെ തോന്നുന്നു. അപ്പം അത് രണ്ടും സെറ്റാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരെ പോവുകയാണ്. ഷോറൂമിലൊന്ന് പോയി തിരക്കി നോക്കാം, വണ്ടി നോക്കി. വേറൊരു സംഭവം എന്നാ അറിയോ, കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ടയർ സൈസ് മാറ്റിയായിരുന്നു. വലിയ സൈസ് ഇട്ടായിരുന്നേ, 195 ഒരു സെക്കൻഡ് പറയാം. എവിടെ ടയർ സൈസ്? അപ്പോൾ 190 55 17 ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കഴിയപ്പോഴത്തേക്കിന് വണ്ടിക്ക് ഹൈറ്റ് കൂടിയ ടയറാണ്. മറ്റേത് ഞാൻ അതിന് മുന്നേ ഇട്ടിരുന്ന ടയർ കുറച്ച് ഹൈറ്റ് കുറവായിരുന്നു കേട്ടോ. അപ്പം നമുക്കിവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇതിന് ഗ്യാപ്പ് ഒട്ടും ഇല്ല. അപ്പം എന്താ പറയുന്നത്, വേറെ കാര്യമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വണ്ടി ഇച്ചിരി ഹെവി ലുക്കാണ്. വണ്ടി ബൈക്കിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ടയർ കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഹെവി ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ആണ് ഞാൻ ആ ടയർ ഇട്ടത്. ഭയങ്കര പൊളിയാണ് വണ്ടി കാണാൻ വേണ്ടി തന്നെ. നമ്മൾ വഴി കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ആൾക്കാരുടെ നോട്ടം ആ ടയറിലോട്ട് കിട്ടും. പിന്നെ വണ്ടി ഹെവി ലുക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ കോർണറിങ് ഭയങ്കര രസമാണ്. എന്നാ അറിയോ, മറ്റേ ഈ പൊക്കം കുറഞ്ഞ ടയർ ഇടുമ്പോഴത്തേക്കും നമുക്കിത് ഭയങ്കര വീതി പോലെ പരന്നിരിക്കും. അപ്പോൾ കോർണറിങ് വലിയ പാടാണ്. ഇതാകുമ്പം ഇങ്ങനെ ഇതുണ്ട്, റൗണ്ട് ഷേപ്പിൽ ഈ സാധനം ഇങ്ങനെ റൗണ്ടിൽ ഷേപ്പിലാണ് ഈ സാധനം കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കോർണറിങ്ങൊക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഈ ടയറിനകത്ത് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം അതാണ്. പിന്നെ ഇതിൻ്റെ ചെറിയൊരു ഗ്യാപ്പുണ്ട്, വണ്ടി ഒരയത്തൊന്നുമില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിൽ പോയി ഈ സാധനമാണ് കേട്ടോ. ഇത് കണ്ടത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഡോമിനാറുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അത് കണ്ടത്, ഈ സാധനം വിട്ടിരിക്കുക. ഇത് കണ്ടോ കാണാമോ? അപ്പോൾ അത് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അത് ഷോറൂമിലേ കിട്ടുള്ളൂ. അത് റബ്ബർ കൂട്ടി വരുന്നൊരു സാധനമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ പറ്റുവാണത് ഈ 2 സ്വിച്ചും കൂടി സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും കൂടി മേടിച്ച് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. വൈഫിനൊരു ഹെൽമെറ്റ് വേണമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി കയറിയതാണ് കടഞ്ഞ കേട്ടോ. ജസ്റ്റ് കോട്ടയം വരെ വന്നപ്പം ഒന്ന് കയറിയതേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഒരു സാധനമുണ്ട്, ഇതവിടെ ഇങ്ങനെ അവിടെ പാർക്ക് അങ്ങോട്ട് കാണാം. അങ്ങനെ ഞാനിപ്പോൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഇതാ സാധനം. ഇത് ഞാൻ ഷോറൂമിൽ അവരോട് ചോദിച്ചപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോയത് കാരണം താമസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനെന്നാൽ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടാലോ എന്ന് കരുതി അത് ഈ മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇത്ര ഒരു സാധനമുള്ളത്, ഇത് ഞാൻ അവിടെ കയറ്റി വെച്ചാൽ മതി. അപ്പം ഞാനൊരു 2 വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോഴും അവർ പറഞ്ഞു വലിയ പാടാണ് മോനെ. ഇത് ഈ ഒരു സാധനം കണ്ടോ, ഇതുണ്ട് ഈ സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്, പൊട്ടിപ്പോയത്. ഇതുണ്ടോ, അയ്യോ ഭയങ്കര ടൈറ്റാണ്. ഒരു കൈ ഷൂട്ട് ചെയ്യുകയും മറുകൈയിൽ പരിപാടി നടത്തുന്നതുകൊണ്ടാണ് ഇച്ചിരി പാടാം. ഒരു സെക്കൻഡ്, ഇതാണ് സാധനം. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇതിങ്ങനെ പൊട്ടിപ്പോയത്. ഇതാ സാധനം. ഇതുണ്ടോ, നിങ്ങൾ നോക്കി. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ബാക്കി ഈ വരുന്ന ബാലൻസ് ഭാഗം, ഈ അറ്റം, ഈ ഒരു ബാലൻസ് ഭാഗം കണ്ടോ, ഇത് ഇതിനകത്തോട്ട് കയറിയായിരിക്കുന്നത്. ഇതിനകത്തോട്ട് കയറിയായിരിക്കുന്നത്. അപ്പം ഇത് വെൽഡ് ചെയ്യണം, അത് കട്ട് ചെയ്യണം, മാറ്റാൻ മറിച്ചാന്നൊക്കെ അമ്മ എന്നോട് പറഞ്ഞു. എനിക്കങ്ങ് കാര്യമാണ്. ഞാൻ പിന്നെ കുഴപ്പമില്ല, ഞാൻ എന്തായാലും സെറ്റ് ചെയ്തോളാം പറഞ്ഞെങ്കിൽ പോകുന്നു.
പോന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നിരുന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പം റെഡിയാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് തന്നെ റെഡിയാക്കാമല്ലോ എന്ന രീതി. അപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കയറ്റി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ആ സാധനം സെറ്റാക്കിയിട്ടുണ്ട്. ഇതായിരുന്നു ആരും നട്ടുപോയിട്ട് കേട്ടോ. ആ വോൾട്ട് ഇതായിരുന്നു കേട്ടോ ഇവിടെ ഇത്. അപ്പോൾ നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രശ്നം ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പം വിട്ടൊക്കെ ഇരിക്കുമായിരിക്കും കേട്ടോ. അപ്പം നല്ല വൈബ്രേഷനൊക്കെ വരുന്ന ഭാഗങ്ങളല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. 42 രൂപ ഉള്ളൂ. 42 രൂപയ്ക്ക് അതങ്ങ് മാറിയിടുന്നതായിരിക്കും ബെറ്റർ. അപ്പം കമൻറ്റ് ചെയ്യും. ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നിസ്സാര കാര്യമേ ഉള്ളൂ. ചിലപ്പോൾ അതായിരിക്കും ചിലപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പെട്ടുപോകാൻ ചിലപ്പോൾ ആ ഒരൊറ്റ ബോൾട്ട് മതി. അപ്പോൾ അതങ്ങ് മാറി. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഡോമിനാർ ഉള്ളവർക്കൊക്കെ അത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അടുത്ത എവിടെയെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഒരു വീഡിയോയിൽ നമുക്ക് അടുത്തത് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.